യഥാർത്ഥത്തിൽ സ്ത്രീകളെ ഈ ബോംബായിട്ട് ഉപയോഗിക്കുന്നതല്ലേ ഏറ്റവും വലിയ സ്ത്രീവിരുദ്ധത. എല്ലാ ആദരവും വെച്ചുകൊണ്ട് പറഞ്ഞോട്ടെ, ഒരു രാഷ്ട്രീയം അല്ലാതെ പറഞ്ഞോട്ടെ, അടുത്ത ആഴ്ച ബോംബ് വരും എന്ന് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ പറയുന്നതിനേക്കാൾ വലിയ എന്തെങ്കിലും സ്ത്രീവിരുദ്ധതയുണ്ടോ? ഇങ്ങനെയാണോ നമ്മൾ രാഷ്ട്രീയം ചെയ്യേണ്ടത്? ഇതല്ല, പെണ്ണിനെ ബോംബായിട്ട് ഉപയോഗിക്കുന്നത് ഇതിനേക്കാൾ വലിയ സ്ത്രീവിരുദ്ധതയുണ്ടോ? ഇനി മറച്ചു വെച്ച് പറയുന്നത് എന്തിനാ? അങ്ങനെ ശ്രീ VD സതീശൻ പറയുന്നതിനെക്കാട്ടി വലിയൊരു സ്ത്രീവിരുദ്ധത ഈ നാട്ടിലുണ്ടോ? നോക്കിക്കോ, വലിയൊരു ബോംബ് വരാനുണ്ട്. നമ്മൾ ശങ്കരാടിയിൽ നിന്ന് 1 ഇഞ്ച് മുമ്പോട്ട് പോയിട്ടില്ല. സന്ദേശത്തിലെ ശങ്കരാടി എതിർ പാർട്ടിയിലെ ആൾക്കാരെ തേജോവധം ചെയ്യാൻ പെണ്ണ് കേസിൽ പെടുത്താന്ന് പറഞ്ഞതിന് 1 ഇഞ്ച് നമ്മൾ മുമ്പോട്ട് പോയിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകളല്ലേ. ഇനി അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായി നിങ്ങൾ ഇത് ആലോചിക്കണം. കാര്യം ഇല്ലെങ്കിൽ നാളെ നമ്മൾ എല്ലാം റിസ്കിലാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും റിസ്കിലാണ്. കാര്യം നമുക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുത്താൽ നമ്മൾ എരിഞ്ഞു തീരും. അങ്ങനെ കേസുള്ള ഒരുപാട് പേരുടെ കേസുകൾ നേരിട്ട് ഡീൽ ചെയ്യുന്നതും മെന്ററിങ് ചെയ്യുന്നതും കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞങ്ങൾ ഇതെല്ലാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശെടുത്താ ചെയ്യുന്നത്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശെടുത്ത് മെനക്കെട്ട് ബുദ്ധിമുട്ടി. കാരണം ഇവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. ഇവർക്ക് സ്വന്തമായിട്ട് കാശ് കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ടല്ല. നമ്മൾ കയ്യിൽ നിന്ന് ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ പൊതുസമൂഹം എന്ന രീതിയിൽ നമുക്ക് അവരോട് വേറെ എന്ത് പിന്തുണയാണ് കാണിക്കാൻ പറ്റുക? ആർക്കെതിരെയും അങ്ങനെ വ്യാജ പരാതികൾ വരാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പരാതി പോലും ഇല്ലാതെ പുറത്താക്കി, അതാണ് ഉറുമീസ് എന്ന് പറയുന്നതിന് എന്തർത്ഥമുണ്ട്? അപ്പോൾ ഇത് ദയവായി നിങ്ങൾ ചിന്തിക്കുക. എല്ലാവരും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കാര്യം ഇങ്ങനെ ഒരു ഇമോഷണൽ പറച്ചിലല്ലാതെ ഇവരുടെ ജീവിതത്തിൽ വേറെ ഒന്നുമില്ല. ശ്രീ മുകേഷിനെതിരെ പ്രമുഖ ചാനലുകൾ വലിയ ഫ്ലാഷ് ന്യൂസും ബ്രേക്കിംഗും ഒക്കെ അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി വന്നപ്പോൾ കൊടുത്തു. 1 ചാനലോ 2 ചാനലോ ഒഴിച്ച് ബാക്കി ആരും അദ്ദേഹത്തിന് അനുകൂലമായ പോലീസ് റിപ്പോർട്ട് കൊടുത്തപ്പം പോലും വന്നില്ല.